ദാമ്പത്യം. രചന അവതരണം മിത്രവിന്ദ. ശിവാനിയെ നലറി വിളിച്ചുകൊണ്ട് ഓടി വരികയാണ് പാത്തു. നനച്ച തുണികൾ ഊരിപ്പിഴിഞ്ഞ് ബക്കറ്റിലിട്ട് കുളത്തിലേക്കൊന്ന് മുങ്ങി നിവരാൻ തയ്യാറെടുക്കുകയാണ് ശിവാനി. അപ്പോഴാണ് പാത്തു കൽപ്പടവുളിറങ്ങി ഓടി വരുന്നത്. ഡി വീഴൂട്ടോ, മെല്ലെ വാടി. ശിവാനി വഴക്കു പറഞ്ഞതും അണച്ചുകൊണ്ട് ഓടി വന്നിട്ട് പാത്തു അവളുടെ അടുത്തേക്കിരുന്നു. അറിഞ്ഞോ ഭദ്രമാരര് തിരിച്ചു വന്നു? അതിന് ഞാനെന്നാ ചെയ്യണം? ഞാനും അയാളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ശിവാനിയുടെ മുഖം കോർത്തു. വില കൂടിയ കാറും കൂളിംഗ് ഗ്ലാസും മൊബൈൽ ഫോണും ഒക്കെയുണ്ട്. അടുത്തേക്ക് വന്നപ്പോൾ നല്ല മണമായിരുന്നു. നിനക്ക് വേറെ വല്ലതും പറയാനുണ്ടോ? ഏയ് ഒന്നുമില്ല. നിന്റെ ഭർത്താവായതുകൊണ്ട് ഒന്ന് പറയാനുള്ള മര്യാദ ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. ഓ, ഒരു ഭർത്താവ്. മുഖം ഒരു വശത്തേക്ക് തിരിച്ചുകൊണ്ട് ശിവാനി വെള്ളത്തിലേക്ക് ഇറങ്ങി. ഒന്ന് മുങ്ങി നിവർന്നപ്പോൾ അവളുടെ കടഞ്ഞെടുത്ത അങ്കലാവണ്യം മികവോടെ തെളിഞ്ഞു നിന്നു. ഇങ്ങനെ അപ്സരസിനെ പോലെ നിന്നാലേ നിന്റെ മാരാരുടെ കൺട്രോള് പോകും കുഞ്ഞെ. പാത്തു അടക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ശിവാനി അവളെ ദേഷ്യത്തെ നോക്കി. 6-7 മാസങ്ങൾക്ക് ശേഷം എത്തിയതല്ലേ, നീ ചെന്ന് കാണ്. കല്യാണത്തിൻ്റെ അന്ന് ഒരു നോക്ക് കണ്ടതല്ലേ ഉള്ളൂ. രൂപമൊക്കെ മറന്നുപോയി കാണൂല്ലേ? പാത്തു ചോദിച്ചതും ശിവാനി ഒന്നും മിണ്ടാതെ കുളിച്ച് തുണി മാറുവാനായി മറപ്പുരയിലേക്ക് പോയി. ശിവാനിയെ, വൈകിട്ട് അമ്പലത്തിൽ പോണ്ടേ നിനക്ക്? നീ പോയി റെഡിയായിട്ട് വാ, ശിവാനി പാത്തുവിനോട് പറഞ്ഞു. അലക്കിയ തുണികളുമായി ശിവാനി മുറ്റത്തേക്കെത്തിയപ്പോൾ കിഴക്കുവശത്തായി ഒരു കാറ് കിടക്കുന്നത് അവൾ കണ്ടു. പിന്നാമ്പുറത്തേക്ക് നടന്നുകൊണ്ട് അവൾ അകത്തെ മുറിയിലെ സംഭാഷണത്തിലേക്ക് കാതോർത്തു. ഭദ്ര, മോനെ, ദേ നിന്റെ ഫോൺ ബെല്ലടിക്കുന്നു. പൊന്നുമ്മയുടെ ശബ്ദം. അയാൾ മുറിയിലേക്ക് പോയിടൂ. അതിങ്ങണ്ടെടുക്ക്, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. വേണുമാമയാണ്. ശിവാനി ചെന്നിട്ട് തുണികൾ ഒന്നൊന്നായി അഴയിൽ വിരിച്ചിട്ടു. നേരം 4:30 കഴിഞ്ഞു. അമ്പലത്തിൽ പോകണം. അതുകൊണ്ട് പെട്ടെന്ന് ജോലികൾ തീർത്ത് കുളിച്ചു വന്നത്. മണിക്കുട്ടി തൊഴുത്തിൽ നിന്ന് ഉറക്കക്കരഞ്ഞതും ശിവാനി അവിടേക്ക് ചെന്നു. 2 കൈ പുല്ലുവാരി അവൾക്കിട്ട് കൊടുത്തിട്ട് അവളുടെ നെറുക്കിയിൽ ഒന്ന് തഴുകിയ ശേഷം വീണ്ടും അടുക്കള വശത്തേക്ക് കയറി. ചായക്കുള്ള പാലെടുത്തൊഴിച്ചപ്പോൾ പൊന്നൂമ്മ അവളുടെ അരികിലേക്ക് വന്നു. മോളെ ശിവ. എന്താമ്മേ? ചായ ഒരാൾ കൂടി വേണം കേട്ടോ, ഭദ്രം വന്നിട്ടുണ്ട്. നിറഞ്ഞ സന്തോഷത്തോടെ ആ അമ്മ പറയുമ്പോൾ ശിവ തല കുലുക്കിക്കൊണ്ട് പാല് കൂടുതലെടുത്തൊഴിച്ചു. അവൻ ഇത്തിരി മധുരം ഇട്ടോളൂ കുട്ടിയെ. അവൾ നേർമയായി മൂളി. അമ്പലത്തിലേക്ക് പോകണ്ടേ? പോണം, പാത്തു വരുന്നുണ്ട്. ആ കുട്ടി കുറച്ചു മുന്നേ ഇവിടെ വന്നിരുന്നു കേട്ടോ. മോള് കുളിക്കാൻ പോയെന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു പോയതാ. അപ്പോഴും ശിവാനി തലകുലുക്കി. ചായയിലേക്ക് വേണ്ട പൊടിയും പഞ്ചസാരയും ഒക്കെ ഭദ്രന് വേണ്ടി എടുത്തു വെച്ചു. ശിവാനി ചായ കൊണ്ടുപോയി മേശപ്പുറത്ത് വെച്ചപ്പോൾ വേണുമാമ അവളുടെ അരികിലേക്ക് വന്നു. ഇതെന്താ കുട്ടി, ഒന്ന് നോക്കിയേ. അയാൾ തൻ്റെ കയ്യിലിരുന്ന ഫോണ് അവളുടെ നേർക്ക് നീട്ടി. ഫോണിലേതോ മെസ്സേജ് കാണിക്കുവാനാണ്. ശിവാനി അത് മേടിച്ച് വായിച്ചു നോക്കി. അനാവശ്യമായിട്ടുള്ള കോളുകൾ വന്നാൽ എടുക്കേണ്ടെന്ന്. അവൻ വേണുവിന് ഫോൺ തിരിച്ചേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു. കുട്ടി പോയി ഒരുങ്ങിക്കോളൂ, നേരം വൈകും. പൊന്നൂമ്മ പറഞ്ഞപ്പോൾ ശിവാനി മുകളിലെ മുറിയിലേക്ക് പോയി. സ്റ്റെപ്പ് കയറി പോകുമ്പോൾ ചങ്ക് വല്ലാതിടിച്ചു. ശരീരത്തിൽ എന്തൊക്കെയോ പ്രകമ്പനം. കഴുത്തിൽ താലി ചാർത്തി തന്നവൻ ആ കർമ്മം നിർവഹിച്ച ശേഷം അന്ന് വൈകുന്നേരം 5 മണിയായപ്പോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയി. പിന്നീട് യാതൊരു വിവരവുമില്ല. അയാളുടെ മുറിയിൽ താനൊരു അന്യയെപ്പോലെ കഴിയാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 7 മാസവും 21 ദിവസവും. മിടിക്കുന്ന ഹൃദയവുമായി വാതിൽക്കലെത്തി പാതി ചാരിയ വാതിലിൻ്റെ മുൻപിൽ വന്ന് അവൾ അകത്തേക്ക് നോക്കി. ആളുടെ അനക്കമൊന്നുമില്ലെന്ന് കണ്ടതും അവൾ വാതിൽ അല്പം കൂടി തുറന്ന് അകത്തേക്ക് കയറി. വാഷ്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ടതും നേരിയ ആശ്വാസത്തോടെ അവൾ അലമാര തുറന്നു. അതിൽ നിന്നും ഒരു ചുരിദാർ എടുത്തുകൊണ്ട് മേശമേൽ വെച്ചു. ഇത്തിരി പൗഡർ എടുത്ത് പെട്ടെന്ന് മുഖത്ത് പൂശി കണ്ണൊന്ന് എഴുതി നെറുകയിൽ സിന്ദൂരം തൊട്ടു. അതേ സിന്ദൂരം കൊണ്ട് നെറ്റിയിൽ ഒരു കുഞ്ഞി പൊട്ടും കോറി. ചുരിദാറും എടുത്തുകൊണ്ട് അവൾ അപ്പുറത്തെ മുറിയിലേക്ക് പോയി. പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറി. വിരലുകൾ കൊണ്ട് കോതിയ മുടിയിൽ നിന്നും അല്പം എടുത്ത് കുളിപ്പിന്നൽ പിന്നിയിട്ടു. ശേഷം ഹൃദയം താഴേക്കിറങ്ങി ചെന്നപ്പോൾ പാത്തു എത്തിയിട്ടുണ്ട്. ഓടിപ്പിടിച്ചിറങ്ങി വരുന്ന ശിവാനിയെ പാത്തു ചിരിയോടെ നോക്കി. പോകാം? ആ ചിരി ഇഷ്ടപ്പെടാത്ത മട്ടിൽ ശിവാനി ചോദിച്ചു. അവളെ ഒന്ന് അടിമുടി നോക്കി തല കുലുക്കിക്കൊണ്ട് പാത്തു മുറ്റത്തേക്ക് ഇറങ്ങി. പൊന്നുമ്മേ,
ശിവാനി വിളിച്ചതും പോയിട്ട് വരുമെന്ന് അകത്തു നിന്നും അവർ വിളിച്ചു പറഞ്ഞു. പടിപ്പുര കടന്ന് ഇരുവരും നേരെ ചെമ്മൺപാതയിലേക്ക് ഇറങ്ങി. നീ കണ്ടോ നിന്റെ മാരാരെ? ആളിപ്പോഴും സുന്ദരനാണോടി? പാത്തു അടക്കി ചോദിച്ചതും ശിവാനി ദേഷ്യത്തിൽ അവളെ ഒന്ന് നോക്കി. അയാളെ കണ്ടുകൊണ്ടിരിക്കാനല്ല എനിക്ക് നേരം. നീ മിണ്ടാതെ കൂടെ വരാൻ നോക്ക്. അവൾ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് പാടവരമ്പത്തേക്ക് ഇറങ്ങി. വരമ്പത്തോടെ 10 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ പിന്നെ അമ്പലമായി. അവരുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കൃഷ്ണൻ കോവിൽ. ഉണ്ണിക്കണ്ണനെ മനസ്സ് നിറഞ്ഞു തൊഴുതാൽ സമാധാനം ഒരുപാടാണ്. ആ തിരുനടയിൽ തൻ്റെ ദുഃഖവും സങ്കടവും ശിവാനി പങ്കുവയ്ക്കും. അന്നും അവൾ അത് തന്നെ ആവർത്തിച്ചു. തുളസിമാല ഇട്ട് നിൽക്കുന്ന കണ്ണനെ അവൾ നിറഞ്ഞ മനസ്സോടെ തൊഴുതു നിന്നു. എല്ലാ സങ്കടവും തൻ്റെ കണ്ണൻ്റെ മുൻപിൽ പറയുമ്പോൾ ശിവാനിക്ക് ഒരുപാട് സമാധാനമായിരുന്നു. എന്നാൽ അന്നാണെങ്കിൽ അവൾക്കൊന്നും പങ്കുവയ്ക്കുവാനുണ്ടായിരുന്നില്ല. മനസ്സാകെ ശൂന്യമാണ്. മാരാര് തിരിച്ചു വന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ അവൾക്ക് വല്ലാത്ത പേടിയും ഉണ്ടായിരുന്നു. പാത്തു കൈത്തണ്ടയിൽ നുള്ളിയപ്പോഴാണ് ശിവ കണ്ണു തുറന്നത്. പോകാം, അവൾ ചോദിച്ചതും ശിവാനി തലകുലുക്കി. എന്നിട്ട് ചുറ്റിപ്രദക്ഷിണം വെച്ച് ഇരുവരും പുറത്തേക്കിറങ്ങി. കോവിലിൻ്റെ കുറച്ചപ്പുറത്തായി ഒരു മുത്തിയമ്മയുണ്ട്. ഇത്തിരി വെറ്റയും ചുണ്ണാമ്പും അടക്കയും ഒക്കെ കൂട്ടി മുറുക്കാനാണ് ആ ദേവിയമ്മയ്ക്ക് നേർച്ചയായി സമർപ്പിക്കുന്നത്. മുറുക്കാൻ വാങ്ങി നടക്കി വെച്ച് തൊഴുത ശേഷം ഇരുവരും വീണ്ടും കൃഷ്ണൻ കോവിൽ വരും. അപ്പോഴേക്കും കൃത്യം അവിടെ ദീപാരാധന നടക്കുന്ന സമയമാണ്. പിന്നീട് ദീപാരാധന തൊഴുത് രണ്ടാളും കൂടി വീട്ടിലെത്തുമ്പോൾ നേരെ 7 മണി കഴിയും. ഇന്നിത്തിരി താമസിച്ചല്ലേ? പാത്തു ചോദിച്ചതും ശിവ തലകുലുക്കി. നീലാണ്ട തിരുമേനിക്ക് പ്രായേറി വരികയല്ലേ, അതിൻ്റെതായ ബുദ്ധിമുട്ടൊക്കെ ആവും, ശിവാനി പറഞ്ഞു. 2 മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഉത്സവമായി. അപ്പോഴേക്കും തിരുമേനിയുടെ അനിയൻ തിരുമേനി എത്തും. പിന്നീട് അങ്ങോട്ട് കാര്യങ്ങൾ ഉഷാറാവും. ഒക്കെ ശരി തന്നെയാണ് പാത്തു. എന്നാലും കണ്ണനെ നിറഞ്ഞ പുഞ്ചിരിയോടെ കാണണമെങ്കിൽ ആളുടെ കൂടെ നീലാണ്ട തിരുമേനി കാണണം. അത് നീ പറഞ്ഞത് കറക്റ്റാ. അതിനൊരു കാരണമുണ്ട്. എന്താണെന്നറിയാനായി ശിവാനി പാത്തുവിനെ നോക്കി. 10 അമ്മ ചമഞ്ഞാലും പെറ്റമ്മ ആവില്ലെന്നല്ലേ ചൊല്ല്. അവൾ തലകുലുക്കി. ഇന്ന് മാളിക മുറ്റത്ത് നിറയെ വെട്ടാണല്ലോ. ഭദ്രന്മാരാരും വന്നത് പ്രമാണിച്ചാണോടി? പാത്തു ചിരിയോട് ചോദിച്ചതും ശിവ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. വരമ്പത്തോടെ നടന്നു വന്നപ്പോൾ കണ്ടു തെളിമയോടെ ശോഭിച്ചു നിൽക്കുന്ന മാളിക വീട്. അത് കണ്ടിട്ടാണ് അവളുടെ ചോദ്യം. പാത്തുവിനെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ട് ശിവാനി പടിപ്പുരവാതിൽ കടന്ന് അകത്തെ മുറ്റത്തേക്ക് പ്രവേശിച്ചു. ഉമ്മർത്ത് വേണമാമയും പൊന്നുമ്മയും എന്തൊക്കെയോ കഥകളൊക്കെ പറഞ്ഞ് ഉറക്കെ ചിരിക്കുന്നുണ്ട്. കുനിഞ്ഞ മുഖത്തോടെയാണ് ശിവാനി അവരുടെ അടുത്തേക്ക് നടന്നെത്തുന്നത്. ആൾ എവിടെയെങ്ങാനും ഇരിപ്പുണ്ടോ എന്ന് അവൾക്കൊരു സംശയം തോന്നി. എങ്ങനെ ഉണ്ടായിരുന്നു കുട്ടി? ഇന്ന് ഇത്തിരി തിരക്ക് കൂടിയോ? വേണുമാമ വിളിച്ചു ചോദിച്ചു. ഏകാദശിയും രോഹിണി നക്ഷത്രവും ഒന്നിച്ചു വന്നതല്ലേ, അതുകൊണ്ട് ഇത്തിരി തിരക്കുണ്ടായിരുന്നു. ശിവാനി മറുപടി പറഞ്ഞുകൊണ്ട് ചെരുപ്പ് ഒരു മുറ്റത്തെ കോണിലിട്ട് അകത്തേക്ക് കയറി. ഭദ്രന്റെ കാർ ഉമ്മർത്ത് കിടപ്പുണ്ട്. അയാളെയോട്ട് കണ്ടതുമില്ല. മുകളിലെ മുറിയിലായിരിക്കുമെന്ന് ശിവാനി ഊഹിച്ചു. അങ്ങോട്ടേക്ക് കയറി ചെല്ലാൻ അവൾക്ക് ആകെ മടിയും. വല്ലാത്തൊരു ധർമ്മസങ്കടത്തിൽ പെട്ടുപോയി പെണ്ണപ്പോൾ. പോയി വേഷം മാറ്റി വരൂ കുട്ടി. എന്തെങ്ങനെ നിൽക്കുന്നത്? പൊന്നുമ്മ ചോദിച്ചതും ശിവാനി വേഷം മാറുവാനേ മുകളിലേക്ക് പോയി. എൻ്റെ കൃഷ്ണ, അയാൾ അകത്തുണ്ടോ ആവോ? ശിവാനിക്ക് ശ്വാസം വിലങ്ങി. നേരിയ സംഗീതം മുറിക്കുള്ളിൽ നിന്ന് കേൾക്കാം. അവൾ ഒരു നെടുവീർപ്പോടെ ഇത്തിരി നേരം ആ മുറിയുടെ പുറത്തു നിന്നു. പിന്നീട് ശ്വാസം ഒന്ന് എടുത്തു വിട്ടുകൊണ്ട് ഇത്തിരി ഊർജം സ്വീകരിച്ചു. എത്ര നാളെന്ന് കരുതി ഇങ്ങനെ പേടിച്ചു നിൽക്കും? ഇയാൾ ഇനി തിരികെ ജോലിക്ക് പോകുന്നില്ലെങ്കിൽ താൻ എന്നും കാണേണ്ടി വരില്ലേ? ഓർത്തുകൊണ്ടവൾ വാതിൽ തുറന്നു. കട്ടിലിൻ്റെ ക്രാസയിൽ ചാരി കണ്ണുകൾ അടച്ചിരിക്കുകയാണ് ഭദ്രൻ. ശിവാനി ഒരു നോക്ക് കണ്ടു. പെട്ടെന്ന് അവൾ ദൃഷ്ടി മാറ്റിക്കൊണ്ട് അലമാരയുടെ അടുത്തേക്ക് നടന്നു. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും ഭദ്രൻ മിഴികൾ തുറന്നു. അലമാരിയുടെ അരികിൽ കിടക്കുന്ന മേശയിൽ നിന്നും മാറിയിടാനുള്ള ചുരിദാർ വലിച്ചെടുക്കുന്ന ശിവാനിയാണ് അവൻ കാണുന്നത്. നിതംബം മറയ്ക്കുന്ന അവളുടെ മുടിയും ആ മുടിച്ചുരുകൾക്കിടയിൽ പതുങ്ങിയിരിക്കുന്ന
കൃഷ്ണതുളസി കതിരുമാണ് അവൻ കണ്ടത്. പെട്ടെന്ന് തന്നെ ചുരിദാറെടുത്ത് ശിവാനി ഡ്രസ്സിംഗ് റൂമിലേക്ക് വേഗത്തിൽ നടന്നുപോയി. അവിടെ എത്തിയ ശേഷം പെണ്ണ് ശ്വാസമൊന്നെടുത്തു വലിച്ചു. തോളിൽ കുത്തി ഉറപ്പിച്ചിരിക്കുന്ന പിന്നുകളെടുത്ത് മാറ്റിയിട്ട് ഷോളിനെ വേർപ്പെടുത്തി. ടോപ്പ് വലിച്ച് മേൽപോട്ടൂരാൻ തുടങ്ങിയപ്പോഴാണ് വാതിലടച്ചില്ലല്ലോ എന്ന് പോലും അവൾ ഓർത്തത്. ഓടിച്ചെന്നിട്ട് അവൾ വാതിലടച്ച് കുറ്റിയിട്ടു. എന്നിട്ട് ഇട്ടിരുന്ന വേഷം മാറ്റി മറ്റൊന്ന് ധരിച്ചു. കണ്ണടച്ചിരുന്നതുകൊണ്ട് തന്നെ കണ്ടു കാണില്ലെന്ന് ശിവാനി ഓർത്തു. ക്ലോക്കിൽ മണി 8 അടിച്ചതും ശിവാനി വാതിൽ തുറന്ന് ശീഘ്രം പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ചെറു ചൂടുള്ള കണ്ണിമാങ്ങ അച്ചാറും ചുട്ട പപ്പടവും ചെറുപയർ മെഴുക്കു പുരട്ടിയും എല്ലാം എടുത്ത് അവൾ ഊണുമേശയിൽ കൊണ്ടുവച്ചു. അവളെ സഹായിച്ചോണ്ട് പൊന്നുമ്മയും കൂടെയുണ്ട്. അമ്മ അവിടെ പോയിരിക്കുക, വെറുതെ കാലിന് വേദന പിടിപ്പിക്കരുത്, ശിവാനി അവരെ നോക്കി പറഞ്ഞു. സാരല്ല, ഒന്നും ചെയ്യാണ്ടിരുന്നാലും പിന്നെ അങ്ങനെ ഇരുന്നു പോകും. നീ തന്നെ ഒറ്റയ്ക്ക് എല്ലാം ചെയ്ത് കഷ്ടപ്പെടുവല്ലേ. അതിനിവിടെ ഒരുപാട് ജോലികളൊന്നും ഇല്ലല്ലോ. നമ്മൾ 3 ആളും മാത്രമല്ലേ ഉള്ളൂ. ഇത്തിരി ഭക്ഷണം ഉണ്ടാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ കാര്യം മാത്രമല്ലല്ലോ, ഈ വീടും തൊടിയും മുഴുവൻ അടിച്ചു വാരിയിടണമെങ്കിൽ 1.5 മണിക്കൂർ വേണം. മണിക്കുട്ടിയുടെ കാര്യം നോക്കണം, അടുക്കളക്കാര്യം നോക്കണം. എൻ്റെ കുട്ടിക്കെല്ലാം കൂടി ചെയ്ത് സമയം പോലും തികയുന്നില്ല. മറ്റന്നാൾ മുതൽ അമ്മിണി വരുമായിരിക്കും. മാസം 3 കഴിഞ്ഞില്ലേ. അവരുടെ മകൾ പ്രസവം കഴിഞ്ഞ് പോകാൻ നേരായിട്ടുണ്ട്. അമ്മിണിയമ്മ വന്നില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. എനിക്കിതൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. നീ ഈ വീട്ടിലെ മരുമകളാ, അല്ലാണ്ട് വേലക്കാരിയല്ല കേട്ടോ. അമ്മയും മകളും സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ വേണുമാമ മുകളിലേക്ക് നോക്കി ഭദ്രായ നുറുക്ക വിളിക്കുന്നുണ്ട്. മൂവരും ഒരുമിച്ചിരുന്നാണ് എന്നും ഭക്ഷണം കഴിക്കുന്നത്. എന്നാൽ ഇന്ന് ശിവാനിക്ക് ആകെ ഒരു വിഷമം. പൊന്നുമ്മേ, എന്താ മോളെ? ഞാൻ ഇത്തിരി കഴിഞ്ഞിരുന്നോളാം. എന്തു പറ്റി? ഒന്നും ഉണ്ടായിട്ടല്ല, ഏട്ടനത് ഇഷ്ടാവില്ല. അവൻ്റെ ഇഷ്ടവും ഇഷ്ടക്കേടും ഒന്നും നീ നോക്കണ്ട. ഇന്നലെ വരെ നീ എങ്ങനെയാണോ ഇരുന്നത് അതുപോലെ തന്നെ മതി ഇനി മുന്നോട്ട്. പ്ലീസ് പൊന്നുമ്മേ, എന്നെ വിഷമിപ്പിക്കരുത്. എനിക്കത് ബുദ്ധിമുട്ടാണ്. പറയുകയും പെണ്ണിൻ്റെ മിഴികൾ നിറഞ്ഞു പോയി. അത് കണ്ടതും പൊന്നുമ്മയ്ക്കും സങ്കടം. പിന്നീട് അവർക്ക് അവളെ നിർബന്ധിക്കാനും തോന്നിയില്ല. മോളെവിടെ? അവൾ അത്താഴം കഴിക്കുന്നില്ലേ? ഭദ്രനോടൊപ്പം ഇരുന്നു കൊണ്ട് വേണുമാമ ചോദിക്കുന്നത് അകത്തളത്തിൽ നിന്ന് ശിവാനി കേട്ടു. ഇത്തിരി കഴിഞ്ഞു മതിയെന്ന്. അയാൾ മോളി. മൂവരും ചേർന്ന് ഓരോ നാട്ടുവർത്താനങ്ങളൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിച്ചു. മോൻ അവധിക്ക് വന്നതാണോ? ഇനി തിരിച്ചു പോണോ കുട്ടി? വേണുമാമ ചോദിച്ചപ്പോൾ ശിവാനി കാതുകൾ കൂർപ്പിച്ചു, ഭദ്രൻ്റെ മറുപടി അറിയുവാനായി. ഇനി തിരിച്ചു പോകുന്നില്ല. ഞാൻ ബാംഗ്ലൂരിലെ ജോലി രാജിവെച്ചാണ് വന്നത്. ഏതോ ഗുഹയിൽ നിന്നും എന്നോണം ഭദ്രൻ്റെ ശബ്ദം അവൾ കേട്ടു. കേട്ടതും പെണ്ണിന് പേടിയായി. അപ്പോഴിനി മടങ്ങിപ്പോകുന്നില്ലെങ്കിൽ ആൾ ഇവിടെ തന്നെ കാണുമെന്നാണോ? കൃഷ്ണ, ഇനി എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു പോംവഴി നീ എനിക്ക് കാണിച്ചു തരണേ എന്ന് ശിവാനി മിഴികളടച്ച് പ്രാർത്ഥിച്ചു. ശിവാനി, വേണുമാമ വിളിച്ചപ്പോൾ അവൾ ഊൺമുറിയുടെ വാതിക്കലെത്തി. ഇത്തിരി മെഴുക്ക് പുരട്ടിയെടുക്കാൻ കാണുമോ? ഓവ് പറഞ്ഞുകൊണ്ടവൾ തിരികെ അടുക്കളയിലേക്ക് ചെന്നിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് കറി കൂടി പകർന്നെടുത്തു. വേണുമാമയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു. അല്പം കഴിഞ്ഞതും ഓരോരുത്തരായി ഭക്ഷണം കഴിച്ചെഴുന്നേറ്റു. പൊന്നുമ്മ പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുന്നത് കണ്ടതും ശിവാനി അങ്ങോട്ട് വേഗത്തിൽ ചെന്നു. അതൊക്കെ അവൾ എടുത്തോളും. അമ്മ എവിടെയെങ്കിലും തട്ടി വീഴാനാണോ? ഭദ്രൻ്റെ ശബ്ദം ഉയർന്നതും ശിവാനി ഓടിച്ചെന്നിട്ട് അവരോട് പാത്രങ്ങളൊക്കെ വാങ്ങി. എച്ചിൽ പാത്രങ്ങളൊക്കെ കഴുകി കമഴ്ത്തി വെച്ച് അടുക്കളയും ഊണുമുറിയും ഒക്കെ തുടച്ചു വാരി വൃത്തിയാക്കി. ശിവാനി ഒരു കിണ്ണത്തിലെടുത്ത് വെച്ചിരുന്ന കഞ്ഞിയും കഞ്ഞിവെള്ളവും കുടിച്ചു. അതിനുശേഷം അവൾ അടുക്കളയിലെ കസേരയിൽ തന്നെ ഇരുന്നു. മോളെ. എന്താ പൊന്നുമ്മേ? മോള് കിടക്കാൻ പോകുമ്പോൾ ജഗ്ഗിലിത്തിരി വെള്ളം കൂടി കൊണ്ടുപോണേ. ഭദ്രം വെള്ളം വേണമെന്ന് പറഞ്ഞിരുന്നു. വെച്ചോളാം, അവൾ മറുപടി കൊടുത്തു. 9 മണിക്ക് മുന്നേ പൊന്നുമ്മയും വേണുമാമയും ഉറക്കം പിടിക്കും. കാലത്തെ 5 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ ഇരുവരും എണീറ്റ് കുളിച്ച് പൂജാമുറി വിളക്ക് കൊളുത്തും.
അതവർക്ക് നിർബന്ധമുള്ള കാര്യമാണ്. വാതിലടയുന്ന ശബ്ദം കേട്ടതും അവർ കിടക്കുവാനായി പോയി എന്ന് അവൾക്ക് മനസ്സിലായി. അരമണിക്കൂറോളം ഇരുവരും കഥകളൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കും. അതിനുശേഷമാണ് കിടക്കുന്നത്. ശിവാനി കാലുകൾ പൊന്തിച്ചു വെച്ചുകൊണ്ട് കസേരയിൽ ചാരി ഇരിക്കുകയാണ്. ഡി മുടിഞ്ഞവളെ, നിന്റെ മുഖം കണ്ടപ്പോൾ തുടങ്ങിയ കഷ്ടകാല. എന്നാണോ ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെടുന്നത്? ഈ അശ്രീകരത്തെ ഒന്ന് കെട്ടിച്ചു വിടാൻ നോക്കിയിട്ട് അതും നടക്കുന്നില്ല. ചെറിയ ഉച്ചത്തിൽ ശഹാരിക്കുന്നത് കേട്ടുകൊണ്ട് അടുക്കളക്കോലായിൽ നിൽക്കുകയാണ് ശിവാനി. 21 വയസ്സാണ് അവളുടെ പ്രായം. അവൾക്കായി പല ആലോചനകളും വന്നിരുന്നു. എല്ലാവർക്കും സ്ത്രീധനം വേണം. അതിട്ട് കൊടുക്കുവാൻ ചെറിയമ്മയ്ക്കൊട്ട് വശവുമില്ല. വശമില്ലാത്തതല്ല, വേണ്ടെന്ന് വെച്ചിട്ടാണ്. കിഴക്കേ പുരയിടത്തിലെ 20 സെന്റ് സ്ഥലം അവളുടെ പേരിലുള്ളതല്ലേ, അതങ്ങോട്ട് കൊടുത്താൽ പോരെയെന്ന് അച്ചമ്മ ചോദിച്ചപ്പോൾ മറുപടിയായി ജീവനും ലക്ഷ്മിയും അച്ചമ്മയുടെ നേരെ ഉച്ചത്തിൽ ചീത്ത വിളിച്ചു. മക്കളെ, എന്നോടെന്തിനാ നിങ്ങൾ വഴക്ക് കൂടുന്നേ? അവളുടെ അമ്മയുടെ സ്വത്താ ആ 20 സെന്റ് സ്ഥലം. സെന്റിന് 3 ലക്ഷം രൂപ ഉറപ്പായിട്ടും കിട്ടും. കേശവും പറഞ്ഞിട്ടുള്ളത് അങ്ങനാ. 60 ലക്ഷം രൂപയ്ക്കത് വിറ്റിട്ട് അന്തസ്സായിട്ട് ഈ കുട്ടിയെ കെട്ടിച്ചു വിടാൻ പറ്റും. നിങ്ങളുടെ അഭിപ്രായമൊന്നും ഇവിടെ ആരും ചോദിച്ചില്ലെന്ന് പറഞ്ഞ് ചെറിയമ്മ പാവം അച്ചമ്മയെ കുറേയേറെ വഴക്കു പറഞ്ഞു. ഒന്ന് നിർത്ത് സരസു, നീ പറഞ്ഞതൊക്കെ ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. ഒടുവിൽ അച്ചമ്മ പിന്മാറി. ചോദിക്കാനും പറയാനും ആരുമില്ലാത്തതല്ലേ, അതുകൊണ്ടെന്തോ ആവാലോ. അച്ചമ്മ പറയുന്നത് ശിവാനി കേട്ടു. ആരോടും മറുത്തൊരക്ഷരം പോലും പറയാതെ ശിവാനി അവളുടെ മുറിയിലേക്ക് പോയിരുന്നു. ശിവാനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് അവൾക്ക് അവളുടെ അമ്മയെ നഷ്ടപ്പെടുന്നത്. ഇത്തിരി പോന്ന ആ പെൺകുട്ടിയും കൊണ്ട് എങ്ങനെ കഴിയുമെന്ന് ചോദിച്ച് ശിവരാമനെ വീണ്ടും വിവാഹം കഴിപ്പിക്കുവാൻ മുൻകൈ എടുത്തത് അയാളുടെ അമ്മ തന്നെയാണ്. എൻ്റെ മകളെയും വളർത്തി ഞാൻ ജീവിച്ചോളാമെന്ന് ശിവരാമൻ ആവുന്നത്ര പറഞ്ഞു. എന്നാൽ ഒരു പെൺകുട്ടിക്ക് എപ്പോഴും ഒരു അമ്മയുടെ സാമീപ്യം ആവശ്യമാണെന്ന് പറഞ്ഞ് അച്ചമ്മ വീണ്ടും വീണ്ടും അച്ഛനെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ അച്ഛൻ സമ്മതം മൂളി. അമ്മയുടെ തന്നെ അകന്ന ബന്ധത്തിലുള്ള ഒരു സ്ത്രീയെയാണ് അച്ഛൻ വിവാഹം കഴിച്ചത്. ശിവാനിക്ക് 7 വയസ്സുള്ളപ്പോൾ രാധച്ചെറിയമ്മ അവളുടെ രണ്ടാനമ്മയായിട്ടെത്തി. ആദ്യമൊക്കെ ശിവാനിയോട് വളരെ സ്നേഹമായിരുന്നു. നിലത്തും താഴ്ത്തും വയ്ക്കാതെയാണ് അവർ അവളെ കൊണ്ടു നടന്നത്. ശിവരാമനും തോന്നി രാധ തൻ്റെ മകൾക്ക് നല്ലൊരു അമ്മയാകുമെന്ന്. എന്നാൽ ആ അമ്മയുടെ സ്നേഹത്തിനും വാത്സല്യങ്ങൾക്കും 1.5 വർഷത്തെ ആയുസ്സുണ്ടായിരുന്നുള്ളൂ. രാധ ഗർഭിണിയായതും അവർ പിന്നീട് മറ്റൊരാളായി മാറുകയായിരുന്നു. ശിവാനിയോട് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ദേഷ്യമാകും. യാതൊരു കാരണവുമില്ലാതെ ആ പാവത്തിനിട്ട് അടി കൊടുക്കും. അവളെ ചീത്ത വിളിക്കും. ആദ്യമൊക്കെ ശിവരാമൻ്റെ മുൻപിൽ വെച്ച് രാധയ്ക്ക് ഭയമായിരുന്നു. എന്നാൽ പിന്നീടങ്ങോട്ട് അയാൾ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒക്കെ രാധ ശിവാനിയെ വഴക്ക് പറയുകയും അടിക്കുകയും ഒക്കെ ചെയ്തു. ആ പാവം ആരോടും ഒരു പരാതി പറയാതെ രാധയുടെ അടിയും മേടിച്ച് ആ വീട്ടിൽ കഴിഞ്ഞു. പിന്നീട് രാധയ്ക്കൊരു ആൺകുട്ടി പിറക്കുന്നു. തനിക്കൊരു കുഞ്ഞനുജൻ വന്നപ്പോൾ ശിവാനിക്ക് ഒരുപാട് സന്തോഷമായി. എന്നാൽ ശിവാനി കുഞ്ഞിൻ്റെ അടുത്തേക്കെങ്ങാനും വന്നാൽ രാധ അവളെ ആട്ടി ഓടിക്കും. പിന്നീട് എല്ലാ ദിവസവും ഈ പതിവ് തന്നെയായി. അങ്ങനെ ശിവാനിക്ക് മനസ്സിലായി ഏറെക്കുറെ രാധയുടെ സ്വഭാവങ്ങളൊക്കെ. അത്രനാളും അച്ഛനോടും അമ്മയോടും ഒപ്പം കിടന്നിരുന്ന ശിവാനിയെ പിന്നീട് രാധ മാറ്റിക്കിടത്തി. ശിവരാമൻ എതിർത്തപ്പോൾ കുഞ്ഞിൻ്റെ ദേഹത്ത് അവൾ കയ്യും കാലും എടുത്തിടുമെന്ന് പറഞ്ഞ് രാധ അയാളോടും വഴക്കുകൂടി. ആരോടും ഒരു പരാതിയും പറയാതെ ആ പാവം പെൺകുട്ടി അച്ചമ്മയുടെ കൂടെ കിടക്കും. അങ്ങനെ കാലങ്ങൾ ആർക്കും കാത്തു നിൽക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ശിവാനിക്ക് ഒരനുജനും അനിയത്തിയുമുണ്ട്. എങ്കിലും അവരുടെ ഇരുവരുടെയും 2 ലോകങ്ങളായിരുന്നു. ശിവാനി പഠിത്തത്തിൽ ബഹുമിടുക്കിയായിരുന്നു. ക്ലാസ്സിലെ ടീച്ചേഴ്സിനൊക്കെ അവളെ ഒരുപാട് ഇഷ്ടവും. ഇതൊക്കെ അറിയുമ്പോൾ രാധയ്ക്ക് ശിവാനിയോട് കടുത്ത ദേഷ്യമാണ്. ശിവാനി ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ശിവരാമൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. പിന്നീട് അവളുടെ ശനിദശ തുടങ്ങിയെന്ന് വേണം പറയാൻ. രാധയും അവളുടെ മക്കളും ചേർന്ന് ശിവാനി ഒരുപാട് ദേഹോപദ്രവവും മാനസികമായി തളർത്തുകയും ഒക്കെ ചെയ്തു. എല്ലാം സഹിച്ചും ക്ഷമിച്ചും ആ പാവം പെൺകുട്ടി അവിടെ തന്നെ നിന്നു. അങ്ങനെ ഇരിക്കെയാണ് അച്ചമ്മയുടെ മൂത്ത മകളായ പൊന്നുമ്മ നാട്ടിലേക്ക് വരുന്നത്.
കർണാടകയിലായിരുന്നു അവരുടെ താമസം. ഇടയ്ക്ക് 2-3 തവണ ഓരോ കാര്യങ്ങൾക്കൊക്കെയായി നാട്ടിൽ വന്ന് ശിവാനി അവരെ കണ്ടിട്ടുണ്ട്. അവർക്കൊരു മകനുണ്ടെന്നൊക്കെ അച്ചമ്മ പറഞ്ഞ് ശിവാനിക്കറിയാം. എന്നാൽ കൂടുതലായിട്ടൊന്നും അവൾക്ക് അവരെപ്പറ്റി യാതൊരു ധാരണയുമില്ലായിരുന്നു. അതിനൊരു കാരണവുമുണ്ടായിരുന്നു. പൊന്നൂമ്മ വേണുമാമയെ പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ്. ആരോരും അറിയാതെ വേണുമാമയോടൊപ്പം പൊന്നൂമ്മ നാട് വിട്ടുപോയി. പിന്നീട് കുറേ കാലത്തേക്ക് ആരുമായിട്ടും യാതൊരു അടുപ്പവുമില്ലായിരുന്നു. അതിനുശേഷം അച്ഛൻ്റെ മരണത്തോടെയാണ് പൊന്നൂമ്മ വീണ്ടും നാട്ടിലേക്ക് വരുന്നത്. അവർക്ക് ശിവാനിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ശിവാനിക്ക് തിരിച്ചവരെയും. അങ്ങനെ ഇരിക്കെ ശിവാനിക്ക് ഒരു വിവാഹാലോചന വരുന്നു. പയ്യൻ പട്ടാളത്തിലാണ്. ശിവാനിക്ക് സത്യത്തിൽ പട്ടാളക്കാരനെ കല്യാണം കഴിക്കാൻ ഇത്തിരി ഭയമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അച്ചമ്മയുടെ നിർബന്ധപ്രകാരം അവൾ സമ്മതം മൂളി. ഡിഗ്രി പരീക്ഷ കഴിഞ്ഞു നിന്ന നേരത്താണ് വിവാഹാലോചന വരുന്നത്. ചെറുക്കൻ ശിവാനിയെ എപ്പോഴോ കണ്ടിട്ടുണ്ടെന്നും അവനവളെ ഇഷ്ടപ്പെട്ടുവെന്നും ഒക്കെയാണ് അച്ചമ്മ പറഞ്ഞത്. ചെറുക്കൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്ന് ശിവാനിയെ കണ്ടിട്ട് പോയി. ഒരാഴ്ചക്കുള്ളിൽ ചെറുക്കൻ അവധിക്ക് നാട്ടിൽ വരുമെന്നും പിന്നീട് പെട്ടെന്ന് തന്നെ വിവാഹം നടത്താമെന്നുമൊക്കെയാണ് അവരുടെ പ്ലാൻ. അവരിൽ എന്തെങ്കിലുമൊക്കെ കള്ളത്തരങ്ങളുണ്ടോ എന്ന് ശിവാനി ഓർത്തു. പിന്നെയും താൻ വിശ്വസിക്കുന്ന അമ്പാടിക്കണ്ണൻ ഒരിക്കലും തന്നെ കൈവിടിയില്ലെന്നും ഒരു കുരുക്കലും കൊണ്ട് ചാടിക്കില്ലെന്നും അവളുടെ മനസ്സിനെ അവൾ തന്നെ പറഞ്ഞു പഠിപ്പിച്ചു. അങ്ങനെ ചെറുക്കം വരുന്നു. കാണാൻ തരക്കേടില്ല. കണ്ടാൽ തന്നെ ഒരു പട്ടാളക്കാരൻ്റെ ലുക്കുമുണ്ട്. ശിവാനി അവൻ ഇഷ്ടമായിരുന്നു. അവൻ്റെ അച്ഛനും അമ്മയുമൊക്കെ വിവരങ്ങൾ അറിയിച്ചു. പിന്നീട് കാര്യങ്ങൾ വേഗത്തിലായിരുന്നു. അത്യാവശ്യം കുറച്ച് ആളുകളെയൊക്കെ വിളിച്ച് കല്യാണം നടത്താമെന്നാണ് അച്ചമ്മയുടെ ധാരണ. കാരണം അവർക്ക് സ്ത്രീധനമൊന്നും പ്രശ്നമില്ല. തൻ്റെ പേരിൽ കിടക്കുന്ന വസ്തുവകകൾ തനിക്ക് നൽകാൻ ചെറിയമ്മയും മക്കളും ഒരുക്കമല്ലാത്തതുകൊണ്ട് അച്ചമ്മയ്ക്ക് ഈ പട്ടാളക്കാരനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അങ്ങനെ തൻ്റെ വിവാഹം കൂടുവാനായി പൊന്നൂമ്മയും വേണുമാമയും അവരുടെ മകൻ ഭദ്രമാരാരും എത്തുന്നു. ആദ്യമായിട്ടാണ് അവരുടെ മകനെ ശിവാനി കാണുന്നത്. എഞ്ചിനീയറാണെന്നും ബാംഗ്ലൂരിലാണ് ജോലിയെന്നുമൊക്കെ അച്ചമ്മ പറഞ്ഞാണ് അറിഞ്ഞത്. അയാളാണെങ്കിൽ പൊന്നുമ്മയുടെ മകനാണെന്ന് പോലും ശിവാനിക്ക് സംശയമായി. അത്രയ്ക്ക് ദേഷ്യക്കാരനായ ഒരുവൻ. ശിവാനി 1-2 തവണ അവനെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും പുച്ഛഭാവത്തിൽ അവൻ മുഖം വെട്ടിത്തിരിച്ച് നടന്നുപോയി. അത് കണ്ടതും പാവ ശിവാനിക്ക് വിഷമം തോന്നി. പിന്നെ ഇതൊക്കെയാണല്ലോ തൻ്റെ ജീവിതത്തിൽ ഇന്നും എന്നോർത്തുകൊണ്ട് അവൾ സ്വയം സമാധാനിച്ചു. ചെറിയമ്മയാണെങ്കിൽ പൊന്നുമ്മയോടൊക്കെ വളരെ സ്നേഹത്തിലായിരുന്നു. അവരുടെ മുൻപിൽ വെച്ച് തന്നോട് ഭയങ്കര വാത്സല്യമാണ്. ഇതൊക്കെ ചെറിയമ്മയുടെ നാടകങ്ങളാണല്ലോ എന്ന് അറിയാവുന്നതുകൊണ്ട് ശിവാനി എല്ലാം കണ്ടില്ല കേട്ടില്ലെന്ന് വെച്ചു. അങ്ങനെ കല്യാണ ദിവസം വന്നെത്തി. കാലത്തെ തന്നെ അമ്പലത്തിൽ പോയി കുളിച്ച് ഭഗവാനെ കണ്ട് തൊഴുതു പ്രാർത്ഥിച്ചു. ബ്യൂട്ടീഷ്യൻ്റെ അടുത്ത് പോയി ഒരുങ്ങുവാനൊന്നും ചെറിയമ്മ കാശ് തരില്ല. അതുകൊണ്ട് ശിവാനിയുടെ ഒരു കൂട്ടുകാരിയുടെ ചേച്ചിയാണ് അവളെ ഒരുക്കിയത്. അവർ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയിരുന്നു. കാശൊന്നും കൊടുക്കുവാൻ തരില്ലെന്ന് ചെറിയമ്മ പറഞ്ഞപ്പോൾ കൂട്ടുകാരിയോട് താനത് പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ലെന്നും ചേച്ചിയോട് ഞാൻ നിന്നെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെന്നുമാണ് കൂട്ടുകാരിയായ ധന്യ അവളെ അറിയിച്ചത്. എന്നിരുന്നാലും ശരി, അതീവ സുന്ദരിയായിട്ടാണ് ശിവാനി ഒരുങ്ങിയിറങ്ങിയത്. അച്ചമ്മയ്ക്ക് ദക്ഷിണ കൊടുത്തപ്പോൾ ശിവാനിയുടെ മിഴികൾ നിറഞ്ഞു. എൻ്റെ കുട്ടിക്ക് എന്നും നല്ലതേ വരുമെന്ന് പറഞ്ഞ് അച്ചമ്മ അവളുടെ കവളിൽ ഒരു മുത്തം കൊടുത്തു. പൊന്നൂമ്മയ്ക്കും വേണുമാമയ്ക്കുമൊക്കെ ദക്ഷിണ കൊടുത്തപ്പോൾ നിറഞ്ഞ മനസ്സോടെയാണ് അവരവളെ അനുഗ്രഹിച്ചത്. ചെറിയമ്മ മാത്രം ഈ മാരണത്തെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിപ്പിച്ചാൽ മതി, തനിക്ക് സമാധാനമാകും എന്ന മട്ടിലായിരുന്നു. അങ്ങനെ കതിർമണ്ഡപത്തിൽ എത്തിയപ്പോഴാണ് മറ്റൊരു ദുരന്തം ശിവാനിയെ തേടി എത്തിയത്. അവളെ വിവാഹം കഴിക്കുവാനിരുന്ന ചെറുക്കൻ അവൻ സ്നേഹിക്കുന്ന പെണ്ണിനെയും കൊണ്ട് ഒളിച്ചോടിപ്പോയി. ആളുകളിൽ പലരും അടക്കം പറഞ്ഞത് കേട്ടുകൊണ്ട് ദയനീയമായി അച്ചമ്മ ശിവാനിയെ നോക്കി. യാതൊരു ഭാവവുമില്ലാതെ ഒരു ജീവശവം കണക്കെ ശിവാനി ആ കതിർമണ്ഡപത്തിലിരുന്നു. ഇത്തിരി നേരം കഴിഞ്ഞതും പൊന്നുമ്മ അവളുടെ അടുത്തേക്ക് വന്നു. എൻ്റെ മകൻ ഭദ്രൻ നിന്നെ വിവാഹം കഴിക്കുമെന്ന് അവളോട് പറഞ്ഞതും ശിവാനി മുഖമുയർത്തി അവരെ നോക്കി. ഗൗരവത്തിൽ
അവരുടെ അരികിലായി ഭദ്രനും നിൽപ്പുണ്ട്. ആൾക്കിതൊന്നും ഇഷ്ടമല്ലെന്നുള്ള കാര്യം ശിവാനിക്ക് ആ മുഖത്തു നിന്നും മനസ്സിലായി. വേണ്ടെന്ന് പറഞ്ഞ് ശിവാനി ഒഴിയാൻ നോക്കിയതാണ്. എന്നാൽ പൊന്നുമ്മയും വേണുമാമയും സമ്മതിച്ചില്ല. ഇതേവരെ ഒരക്ഷരം പോലും സംസാരിക്കാത്ത തന്നെ ഒന്ന് നേരെ നോക്കുപോലും ചെയ്യാത്ത മുറിച്ചെറുക്കനായ ഭദ്രന്മാരുടെ മുൻപിൽ അങ്ങനെ ശിവാനി കഴുത്തു നീട്ടി. താലി കെട്ടുമ്പോഴും പരസ്പരം മാല ചാർത്തുമ്പോഴും അവൻ്റെ തൊടുവിരലിനാൽ അവളുടെ നെറുകയിൽ സിന്ദൂരം പടരുമ്പോഴും ഭദ്രൻ ശിവാനിയെ ശ്രദ്ധിച്ചതേയില്ല. ആർക്കോ വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയായിരുന്നു അവൻ. ശിവാനിക്കും ഒരുതരം മരവിപ്പായിരുന്നു. അവളും ആരോ ചലിപ്പിക്കുന്ന ഒരു പാവകണക്കെ അങ്ങനെ അവൻ്റെ അരികിലായി നിന്നു. വേണുമാമ പുതുതായി വാങ്ങിയ ഒരു ഇരുനില മാളികയിലേക്കാണ് ശിവാനി അവർ കൂട്ടിക്കൊണ്ടുപോയത്. ശരിക്കു പറഞ്ഞാൽ അവർ നാട്ടിൽ സെറ്റിലായ വിവരമൊന്നും ശിവാനി അറിഞ്ഞിരുന്നില്ല. പ്രേമിച്ചൊളിച്ചോടി പൊന്നുമ്മയുടെ ഒളിച്ചോടി പോയതുകൊണ്ട് പൊന്നുമ്മയെ കുടുംബത്തിൽ ആർക്കും ഇപ്പോഴും വലിയ താല്പര്യവുമില്ല. അതുകൊണ്ട് അവർ ആ രീതിയിൽ തന്നെയാണ് നിന്നതും. വീടിൻ്റെ പാലുകാച്ച ചടങ്ങ് പൊന്നുമ്മ അച്ചമ്മയോടല്ലാതെ മറ്റാരോടും അറിയിച്ചില്ല. വയ്യാതിരിക്കുന്നതിനാൽ അച്ചമ്മയോട്ട് പോയതുമില്ല. അങ്ങനെ മാളിയേക്കൽ തറവാട്ടിലേക്ക് ഭദ്രൻ്റെ പെണ്ണായി ശിവാനിക്ക് നിലവിളക്ക് കൊടുത്ത് സ്വീകരിച്ചത് പൊന്നൂമ്മയാണ്. മധുരം വെപ്പ് ചടങ്ങ് കഴിഞ്ഞ ശേഷം നേരെ മുകളിലെ മുറിയിലേക്ക് പോയിട്ട് ഭദ്രൻ ഒരു ബാഗിലേക്ക് കുറേ തുണികളൊക്കെ കുത്തി നിറച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോയപ്പോൾ അയൽവീട്ടിലെ കുറച്ച് ചേച്ചിമാരൊക്കെ ശിവാനിയെ കാണാൻ വന്നു. അവളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണവർ. പൊന്നുമ്മയും വേണുമാമയും എന്തൊക്കെയോ പറയുന്നുണ്ട്. ശിവാനി അത് കേൾക്കുന്നുമുണ്ട്. എന്നാൽ അവൾക്കൊന്നും വ്യക്തമല്ലായിരുന്നു. അല്പം കഴിഞ്ഞതും മുറ്റത്തൊരു കാർ സ്റ്റാർട്ടാവുന്നതും ഭദ്രൻ മടങ്ങിപ്പോകുന്നതും ശിവാനി അറിഞ്ഞു. ഡി ഒരലർച്ച കേട്ടുകൊണ്ട് ശിവാനി കണ്ണു തുറന്നതും അടുക്കളയിൽ വന്നു നിൽക്കുന്ന ഭദ്രനെയാണ് അവൾ കണ്ടത്. ചാടി പുരണ്ട് കസരയിൽ നിന്ന് എഴുന്നേക്കാൻ തുടങ്ങിയതും അവൾ വേച്ചു മുന്നോട്ട് പോയി. കൃത്യം അവൾ ചെന്ന് അവൻ്റെ നെഞ്ചിൽ തട്ടിയാണ് നിന്നത്. വീഴാതിരിക്കാൻ അവൾ അവൻ്റെ ഷർട്ടിൽ കയറി പിടിച്ചു. എനിക്ക് വാതിലടയ്ക്കണം. നീ അവിടെയാണോ കിടക്കുന്നത്? അവൻ ചോദിച്ചതും ശിവാനി അകന്നു മാറി. എന്നിട്ട് പെട്ടെന്ന് തന്നെ അടുക്കളയിലെ ലൈറ്റ് ഓഫ് ചെയ്തു. വാതിലടച്ച് ഭദ്രൻ്റെ പിന്നാലെ മുകളിലെ മുറിയിലേക്ക് പോയി. ഉള്ളിൽ ഒരുപാട് ഭയമുണ്ടെങ്കിലും അവൻ്റെ പിന്നാലെ അവൾ വേഗത്തിൽ നടന്നു കയറി പോവാണ്. ശിവാനി മുറിയിൽ കയറിയ ശേഷം ഭദ്രൻ വാതിലടച്ച് കുറ്റിയിട്ടതും അവൾക്ക് നെഞ്ചിന് പേറി വന്നു. പെട്ടെന്ന് ചെന്നിട്ട് അവൾ കിടക്കയൊക്കെ ഒന്നുകൂടെ വിരിച്ചു. ശേഷം അലമാരയിൽ നിന്നും ഒരു ബെഡ്ഷീറ്റ് എടുത്ത് അവന് പുതയ്ക്കുവാനായി വെച്ചു. നീ കിടക്കുന്നില്ലേ, അതോ ഞാൻ ഇനി എടുത്തു കിടത്തണോ? അവൻ്റെ ശബ്ദം മുഴങ്ങിയതും ശിവാനി അലമാരയിൽ നിന്നും ഒരു ബെഡ്ഷീറ്റ് കൂടി എടുത്തു. അത് നിലത്തേക്ക് വിരിക്കാൻ തുടങ്ങിയതും ഭദ്രൻ ഷീറ്റ് അവളുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങി ചുരുട്ടിക്കൂട്ടി ഒരേറ് വെച്ച് കൊടുത്തു. നീയെന്നും ഈ നിലത്താണോ കിടക്കുന്നത്? അല്ല, പിന്നെന്താ ഇപ്പം കാണിക്കുന്നത്? ഭദ്രേട്ടൻ കട്ടിലിൽ കിടന്നു. ഞാനിവിടെ. അവൾ പതിയെ ചുണ്ടനക്കി. പെട്ടെന്നായിരുന്നു ശിവാനിയുടെ ഇടുപ്പിൽ അവൻ്റെ കൈത്തലം പതിഞ്ഞത്. വായുവിൽ ഒന്നുയർന്നു പൊങ്ങിയത് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ. പിന്നീട് അവൾ ആ പതുപതുത്ത മെത്തയിലേക്ക് വീണുപോയി. മുറിയിലെ വെട്ടം അണിഞ്ഞതും ബെഡിൻ്റെ അങ്ങേ തലക്കിലായിട്ട് ഭദ്രൻ കിടന്നതും ശിവാനി ചുവരിലേക്ക് പിന്നെയും ചേർന്നു. ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് അവൾ ചുവരിൽ ചേർന്ന് കിടക്കുകയാണ്. ഒരിക്കലും സ്വപ്നത്തിൽ പോലും താൻ കരുതാത്ത കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചത്. ഭദ്രന്മാരോടൊപ്പം അയാളുടെ കിടക്കയിൽ ഒരുമിച്ച് താൻ കിടക്കുന്നു. അയാളുടെ കൈപതിഞ്ഞ ഇടുപ്പിൽ അവൾ മെല്ലെ തൻ്റെ വിരലൊടിച്ചു. നീ ഉറങ്ങുന്നില്ലേ? വീണ്ടും ഭദ്രൻ്റെ ശബ്ദം. കൈ പിൻവലിച്ചുകൊണ്ട് ശിവാനി കണ്ണുകൾ ഇറുക്കിയടിച്ചു. രാവിലെ ശിവാനി കണ്ണു തുറന്നപ്പോൾ അരികിൽ ഭദ്രനില്ല. തലേ ദിവസത്തെ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ അവൾ കിടക്ക വിട്ട് എഴുന്നേറ്റു. സമയം 5:40 കഴിഞ്ഞിരിക്കുന്നു. സാധാരണ അവൾ 5 മണിക്ക് എണീക്കുന്നതാണ്. പക്ഷേ ഇന്ന് വൈകിപ്പോയി. മാറി ഉടുക്കുവാനുള്ള തുണിയുമെടുത്ത് ബാത്റൂമിലേക്ക് ഓടിക്കയറി. പെട്ടെന്ന് കുളി കഴിഞ്ഞിട്ട് താഴേക്ക് ഓടിയിറങ്ങി ചെന്നപ്പോൾ ഭദ്രനും പൊന്നുമ്മയും കൂടി ഇരുന്ന്
ചായ കുടിക്കുന്നു. എന്തു പറ്റി? എൻ്റെ കുട്ടി ഇന്നെന്താ വൈകിയേ? പൊന്നുമ്മ സ്നേഹത്തോടെ ചോദിച്ചു. ഉറങ്ങിപ്പോയി അമ്മേ. ഞാൻ ഓർത്തു ഇനി വയറുവേദനയാണോന്ന്. പിന്നെ ഓർത്തു ഡേറ്റ് ആവാറായില്ലോന്ന്. ഭദ്രൻ്റെ കേൾക്കെ പൊന്നുമ്മ അത് പറഞ്ഞതും ശിവാനിക്ക് ഇത്തിരി നാണക്കേട് പോലെ തോന്നി. മുഖം കുനിച്ചുകൊണ്ട് ശിവാനി അടുക്കളയിലേക്ക് പോയി. തലേ ദിവസം അപ്പവും വെജിറ്റബിൾ സ്റ്റൂവും ഉണ്ടാക്കാൻ അവൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കി. ശേഷം പുറത്തേക്ക് ഇറങ്ങിപ്പോയി. വിറകുപുരയിൽ നിന്നും കുറച്ച് വിറകും ചൂട്ടും ഒക്കെ എടുത്തുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് കയറി വന്നു. അടുപ്പിൽ തീ പിടിപ്പിച്ച ശേഷം പെട്ടെന്ന് തന്നെ മൺകലത്തിൽ വെള്ളമെടുത്ത് തിളപ്പിക്കാൻ വെച്ചു, ചോറ് വയ്ക്കുവാനായിട്ട്. അപ്പോഴേക്കും വേണുമാമ കുറച്ച് മീനും വാങ്ങിക്കൊണ്ട് വന്നിരുന്നു. മകൻ വന്നത് പ്രമാണിച്ചാണെന്ന് അവൾക്ക് തോന്നി. മോളെ, ഇതാ വരുന്നു വേണുമാമേ. ശിവാനി ചായ്പിലേക്ക് ഒരു കറിച്ചട്ടിയുമായി ഇറങ്ങിച്ചെന്നു. മോളെ, കുറച്ച് വരാലും പള്ളത്തിയുമാ. ഭദ്രനിതൊക്കെ ഭയങ്കര ഇഷ്ടാണേ. പള്ളത്തി വറുത്തത്, മറ്റേത് കറിയും വയ്ക്കാം ഇല്ലേ മോളെ? അവിടേക്ക് വന്ന പൊന്നുമ്മ അവളോട് ചോദിച്ചു. ഓവ്, അങ്ങനെ ചെയ്യാം. ഭദ്രം വന്നിട്ട് ഒന്ന് തലയെത്തി നോക്കിയത് ശിവാനി കണ്ടു. കണ്ടത്തിന്ന് പിടിച്ചേ ഉള്ളൂ, നല്ല പിടയ്ക്കുന്ന മീനാ. അച്ഛൻ പറയുന്ന കേട്ട് ഭദ്രൻ ഇത്തിരി കൂടി അടുത്തേക്ക് വന്നു. ശിവാനി പെട്ടെന്ന് ആ ചട്ടി അവൻ്റെ നേർക്ക് നീട്ടി കാണിച്ചു. ഒന്ന് മോളിയ ശേഷം അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കാലത്തെ കാപ്പികുടിയൊക്കെ കഴിഞ്ഞ് ശിവാനി മീൻ വൃത്തിയാക്കുന്ന ജോലിയുമായിരുന്നു. വാഴത്തോപ്പിലിരുന്നാണ് അവൾ ആ ജോലി ചെയ്യുന്നത്. അവളുടെ കൂടെ പൊന്നുമ്മയുണ്ട്. ഓരോ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അവരങ്ങനെ അടുത്തു നിൽക്കുകയാണ്. അപ്പോഴാണ് പുറത്തെവിടെയോ പോയിട്ട് ഭദ്രൻ അവൻ്റെ ബുള്ളറ്റിൽ വന്നത്. നീ എവിടെ പോയതായിരുന്നു മോനെ? സനൂപിനെ കാണാൻ. അച്ഛൻ എന്നോട് തിരക്കി. എനിക്കറിയോ എവിടെ പോയിന്ന്. അതിന് മറുപടിയൊന്നും പറയാതെ ഭദ്രൻ ശിവാനി മീൻ വെട്ടുന്നത് ഒന്ന് നോക്കി. പൊന്നുമ്മേ. വേലയുടെ അപ്പുറത്തുനിന്ന് ദേവി ചേച്ചി വിളിച്ചതും പൊന്നുമ്മ അവരുടെ അടുത്തേക്ക് നടന്നുപോയി. ഭദ്രൻ ഇത്തിരി ഒന്ന് കുനിഞ്ഞു. ശേഷം ശിവാനിയുടെ ടോപ്പിൻ്റെ കഴുത്തിൻ്റെ മുൻഭാഗം പിടിച്ച് മേൽപോട്ടുയർത്തി. എല്ലാം കാണിച്ചിരുന്നാണോടി മീൻ വെട്ടുന്നത്? അവൻ ദേഷ്യത്തിൽ ചോദിച്ചപ്പോഴായിരുന്നു പാവ ശിവാനി പോലും അത് ഓർത്തത്. ഇനി മേലിൽ നീ ഈ ചുരിദാർ ഇട്ടു പോയേക്കരുത്. ഒരു താക്കീത് കൂടി അവൾക്ക് കൊടുത്ത ശേഷം ഭദ്രനകത്തേക്ക് കയറിപ്പോയി. കൃഷ്ണ, എന്തെങ്കിലും കണ്ടോ ആവോ? അവൾക്കാണെങ്കിൽ ഓർക്കും തോറും ശ്വാസം മുട്ടുകയാണ്. പെട്ടെന്ന് തന്നെ മീൻ വെട്ടിക്കഴുകി അടുക്കളയിലേക്ക് വേഗത്തിൽ പോയി. അപ്പോഴാണ് പാത്തുവിൻ്റെ വരവ്. കോളേജിൽ ഒരുമിച്ച് പഠിച്ചവളാണ്, തൻ്റെ ഉറ്റ സുഹൃത്തും. ഈ വീട്ടിൽ വന്ന് കയറിയപ്പോൾ അറിയുന്നത് പാത്തു അയലത്താണ് താമസം എന്നുള്ളത്. ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷം. എല്ലാ വേദനകളിലും പാത്തുവിൻ്റെ ഓരോ വാക്കുകളാണ് ശിവയ്ക്ക് ആശ്വാസവും സന്തോഷവും നൽകിയത്. ഇന്നെന്താ മീനൊക്കെ? കെട്ടിയമ്മന്ന ആഘോഷമാണോടി? പാത്തു പതിയെ ചോദിച്ചതും ശിവ അവളെ ഒന്ന് നോക്കി. ഫസ്റ്റ് നൈറ്റ് ആഘോഷം കഴിഞ്ഞോടി? ആകെ മൊത്തത്തിൽ ശോകാണല്ലോ. പാത്തു മിണ്ടാതിരിക്കുക, ആരെങ്കിലും കേൾക്കൂട്ടോ. ശിവ കണ്ണു മുഴിപ്പിച്ചതും പാത്തു ചിരി അടക്കി പിടിച്ചു. വൻപയർ ഉലർത്തിയതും വരാൽ മീൻ പുളിയിട്ട് പറ്റിച്ചതും പള്ളത്തി വറുത്തതും കുമ്പളങ്ങയിട്ട് പുളിശ്ശേരിയും പപ്പടവുമാണ് ശിവാനി ഉച്ചയ്ക്കൊരുക്കിയത്. കൃത്യം ഉച്ചയ്ക്ക് 1 മണിയായപ്പോഴേക്കും ഊണും കറികളും ഒക്കെ റെഡിയായി. എല്ലാം എടുത്ത് അവൾ മേശമേൽ വെച്ചു. എന്നിട്ട് വേണുമാമയെ പോയി വിളിച്ചു. പൊന്നുമ്മയാണെങ്കിൽ ഇത്തിരി മീൻ നുള്ളിയെടുത്ത് വായിൽ വെച്ച് ആസ്വദിച്ച് കഴിക്കുകയാണ്. കൊള്ളാം, നന്നായിരിക്കുന്നു. അവർ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. അത് കണ്ടതും ശിവാനി പുഞ്ചിരിച്ചുകൊണ്ട് തിരിഞ്ഞതും ഭദ്രൻ അവളുടെ പിന്നിലേക്ക് വന്നത് ഒരുമിച്ചാണ്. പെട്ടെന്ന് തെന്നി മാറാൻ പോയവളുടെ ഇടുപ്പ് പിടിച്ച് അവൻ നേരെ നിർത്തി. നിനക്ക് നോക്കി നടന്നുകൂടെ? ദേഷ്യത്തിൽ ചോദിക്കുകയും ചെയ്തു. മോളെ, ഭദ്രന് ചോറും കറികളും വിളമ്പിക്കൊടുക്കുക. കൈ കഴുകി വന്ന ഭദ്രനെ നോക്കി വേണുമാമ പറഞ്ഞു. ആവശ്യത്തിനുള്ള ചോറ് അവൻ എടുത്തു കഴിഞ്ഞിരുന്നു. ചോറിൻ്റെ മകളിലേക്ക് ഇത്തിരി പുളിശ്ശേരി അവൾ ചുറ്റിച്ചൊഴിച്ചു. ശേഷം മീൻകറിയും മീൻ വറുത്തതും ഒക്കെ കൊടുത്തു. പയറുകറിയും അവൻ തന്നെ എടുത്ത് പാത്രത്തിൻ്റെ ഒരു കോണിലേക്ക് വെച്ചു. മോള് കൂടി ഇരിക്കുമെന്ന് പറഞ്ഞ് പൊന്നുമ്മ കസേര ഇത്തിരി നീക്കി.
ഞാൻ പിന്നെ കഴിച്ചോളാം. ശിവാനി പെട്ടെന്ന് അടുക്കളയിലേക്ക് പോയി. ഇത്രയൊക്കെ സ്നേഹത്തോടെ വെച്ചുണ്ടാക്കി കൊടുത്തിട്ട് കൊള്ളാമെന്നൊരു വാക്ക് പോലും പറഞ്ഞില്ല. ശിവാനി ഉണ്ടാക്കുന്ന കറികൾക്കൊക്കെ നല്ല രുചിയാണെന്ന് പൊന്നൂമ്മ പറഞ്ഞപ്പോൾ ആളുടെ മുഖത്തൊരു പുച്ഛഭാവമാണ്. അടുക്കളക്കോലയിൽ ഇരുന്ന് ഊണ് കഴിക്കുവാണ് ശിവാനി. ശരിക്കും അവൾക്ക് സങ്കടം വന്നു. ശിവാനി, നിനക്കകത്തെ മുറിയിൽ പോയി ഇരുന്നൂടെ? ഭദ്രന്റെ ശബ്ദം കേട്ട് പെണ്ണ് ചാടി എഴുന്നേറ്റു. മീൻകറിയും പുളിശ്ശേരിയും കൂട്ടി ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ വലങ്കയിലേക്ക് ഭദ്രൻ ഒന്ന് നോക്കി. അപ്പുറത്ത് പോയിരുന്ന് കഴിക്ക്. ഞാൻ കഴിച്ചു കഴിഞ്ഞതാ. എങ്കിൽ മുകളിലെ മുറിയിലേക്കൊന്നു വാ. പറഞ്ഞിട്ടവൻ അടുക്കള വിട്ട് ഇറങ്ങിപ്പോയി. എന്തിനാണ് വിളിച്ചതെന്നറിയാതെ ശിവാനി ഇത്തിരി നേരം ആലോചിച്ചു നിന്നു. ശേഷം പെട്ടെന്ന് കൈ കഴുകി പാത്രങ്ങളും കഴുകി കമിഴ്ത്തി വെച്ചിട്ട് മുകളിലേക്ക് ഓടിച്ചെന്നു. ശിവാനി നോക്കിയപ്പോൾ കട്ടിൽ പിടിച്ച് മാറ്റിയിട്ടിട്ടുണ്ട് ഭദ്രൻ. അവൾ വാതിൽക്ക് വന്ന് നിന്നതും അവൻ അവളെ ഒന്ന് അടിമുടി നോക്കി. നിന്നെ ഇനി അകത്തേക്ക് കയറി വരാൻ പ്രത്യേകം ക്ഷണിക്കണോ? അവൻ ചോദിച്ചതും ശിവാനി മുറിയിലേക്ക് വന്നു. ഈ കട്ടിൽ പിടിക്കാനുള്ള ആരോഗ്യമൊക്കെ നിനക്കുണ്ടോ? അവൻ ചോദിച്ചപ്പോൾ ശിവാനി തലകുലുക്കി. എങ്കിൽ ഇതിൻ്റെ അറ്റത്ത് പിടിക്ക്. എന്നിട്ട് ജനാലയുടെ അരികിലേക്ക് നീക്കിയിടും. ഇരുവരും ചേർന്ന് കട്ടിൽ നീക്കിയിട്ടു. നിനക്ക് എന്നോടൊന്ന് സംസാരിക്കാനില്ലേ? അതോ എന്നെ പേടിയാണോ? എന്നെ കല്യാണം കഴിച്ചത് അബദ്ധമായും തോന്നുന്നുണ്ടോ? ചോദിക്കുകയും ശിവാനിയുടെ വാക്കുകൾ ഇടറി. എന്തേ, നിനക്കൊരു സംശയം പോലെ? ഒരിക്കലും എന്നെപ്പോലൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഭദ്രേട്ടൻ ആഗ്രഹിച്ചിട്ടില്ലല്ലോ. അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയില്ലേ? അതുകൊണ്ടല്ലേ ആ ദിവസം തന്നെ വീട് വിട്ടിറങ്ങിപ്പോയത്? അമ്മയും അച്ഛനെയൊക്കെ എന്നും വിളിച്ച് വിശേഷം ചോദിക്കില്ലേ? എന്നോട് ഒരിക്കൽ പോലും ഒന്നും മിണ്ടിയിട്ട് പോലും ഇല്ലല്ലോ. ശരിക്കും ഒരു അധികപ്പറ്റായിപ്പോയി. ശിവാനിയുടെ മിഴികൾ നിറഞ്ഞൊഴുകുകയാണ്. പെട്ടെന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ ആരായാലും ചിന്തിച്ചു പോകുന്ന കാര്യങ്ങളെ ഞാനും ഓർത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ എല്ലാ ദിവസവും ഫോൺ വിളിക്കുമ്പോൾ നീ പരിസരത്തൊന്നും കാണില്ലല്ലോ. അമ്മ എത്ര വട്ടം നിന്നോട് ചോദിച്ചിട്ടുണ്ട് ഭദ്രനോട് മിണ്ടണമെന്ന്. അപ്പോഴൊക്കെ ഒന്നും പറയാനില്ലെന്നല്ലേ നീ മറുപടി കൊടുത്തത്? പൊന്നുമ്മ വെറുതെ ചോദിച്ചതല്ലേ, അല്ലാണ്ട് ഏട്ടൻ പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ. അമ്മ പറഞ്ഞോ നിന്നോടങ്ങനെ? ഇല്ല. പിന്നെ എനിക്കങ്ങനെ തോന്നി. നിനക്ക് തോന്നിയതിന് ഞാൻ ഉത്തരവാദിയല്ല. പറഞ്ഞുകൊണ്ടവൻ തൻ്റെ ബാഗ് തുറന്നു. ഒരു കവർ എടുത്തിട്ട് ശിവാനിയുടെ നേർക്ക് നീട്ടി. എന്താ ഇത്? തുറന്നു നോക്കിയാൽ അറിയാം. അവൻ പറഞ്ഞതും ശിവാനി ആ കവർ പൊട്ടിച്ചു നോക്കി. ഒരു പുളിയിലക്കര സെറ്റും മുണ്ടും, കൂടെ കുറച്ച് കുപ്പിവളകളും കൺമഷിയും പൊട്ടും ചാന്തും. അവളുടെ മിഴികൾ വിടർന്നു. ഇന്ന് രാത്രിയിൽ നീ ഇതെല്ലാം അണിഞ്ഞു നിൽക്കണം. എവിടെയെങ്കിലും പോകാനാണോ? അതെ. എവിടേക്ക്? അത് രാത്രി പറയാം. പൊന്നുമ്മ വേണുമാമ ഉണ്ടിവിടെ. അവരോടൊക്കെ പറയാനുള്ളത് ഞാൻ പറഞ്ഞോളാം. നീയായിട്ടൊന്നും പറയാൻ നിൽക്കണ്ട. റെഡിയായാൽ മതി. എനിക്ക് പേടിയാ. ആ പേടി മാറ്റാനാ. ഗൗരവത്തിൽ തന്നെ അവൻ പറഞ്ഞു. ശിവാനി മുറിയിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് പോയി. എങ്ങോട്ടേക്ക് പോവാനാണെന്ന് ശിവാനി കുറേയേറെ നേരം ആലോചിച്ചു. എങ്കിലും അവൾക്ക് ഒരു എത്തുംപിടിയും കിട്ടിയില്ല. പൊന്നുമ്മയോട് പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അവള് ഭദ്രം മുന്നേ തന്നെ താക്കീത് കൊടുത്തതിനാൽ അത് മറച്ചു വെച്ചു. പൊന്നുമ്മ ഉച്ചമയക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നപ്പോൾ ശിവാനി എല്ലാവർക്കും ചായയും പലഹാരവും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഭദ്രൻ ഓരോ കവറുമായി ഇറങ്ങി വന്നപ്പോൾ ശിവാനി അവനെ ഒളികണ്ണിട്ട് നോക്കി. എന്താണെന്നവൻ ഒരു പുരുകുയർത്തി ചോദിച്ചപ്പോൾ അവൾ മിഴികൾ താഴ്ത്തി. കുട്ടി, പോയി കുളിച്ചു വരൂ, നേരം വൈകും. പൊന്നുമ്മ പറഞ്ഞതും ശിവാനി തലകുലുക്കിക്കൊണ്ട് നനയ്ക്കുവാനുള്ള തുണികൾ എടുക്കാൻ പോയി. ഭദ്രൻ അച്ഛനും അമ്മയ്ക്കുമൊക്കെ കൊണ്ടുവന്ന ഡ്രസ്സ് അവർക്കെടുത്തു കൊടുക്കുകയാണ്. ഞങ്ങൾക്കൊന്നും തന്നില്ലെങ്കിലും വേണ്ടില്ല മോനെ. എൻ്റെ ശിവാനി മോളുടെ കണ്ണ് നിറയാൻ ഇടയുണ്ടാവരുത്. ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ച കുട്ടിയാ. അവൾക്കിനി നീ മാത്രമേ ഉള്ളൂ പറയുകയും പൊന്നുമ്മയുടെ ശബ്ദം ഇടറി. അങ്ങനെ പതിവ് പോലെ വൈകുന്നേരത്തെ കുളിക്ക് അവൾ കുളത്തിലേക്ക് പോയപ്പോൾ പാത്തുവും എത്തി. ഇരുവരും ചേർന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് കുളിയും തേവാരവും നടത്തി. ശിവാനി തിരിച്ചു വന്നപ്പോൾ വേണുമാമ തുളസിയിലകൾ പൊട്ടിക്കുകയാണ്. വാഴനാരെടുത്തുകൊണ്ട് വന്നിട്ട് അയാൾ ശിവാനിക്ക് കൊടുത്തു. നല്ല അസലായി തെച്ചിയും തുളസിയും ചേർത്ത് അവൾ മാല കെട്ടി. പൂജാമുറിയിലേക്ക് ചെന്നപ്പോൾ അമ്മ വിളക്ക് കൊളുത്തുകയാണ്. അവൾ ആ മാല അവരെ ഏൽപ്പിച്ചു.
കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്താഴമൊക്കെ കഴിച്ച ശേഷം നീ പെട്ടെന്ന് തന്നെ പോയി റെഡി ആയിക്കോണം. അവൾക്ക് കേൾക്കാൻ പാകത്തിന് ശബ്ദം താഴ്ത്തി ഭദ്രം പറഞ്ഞു. തല കുലുക്കിക്കൊണ്ട് പെണ്ണവളുടെ ജോലികൾ തുടർന്നു. പിന്നീട് വിളക്ക് കൊളുത്തി എല്ലാവരും ചേർന്ന് നാമമൊക്കെ ജപിച്ച ശേഷം ഇത്തിരി നേരം നാട്ടുവർത്താനം പറഞ്ഞിരുന്നു. ശിവാനി അത്താഴവും കഴിച്ച് എല്ലാം അടുക്കി ഒതുക്കി പെറുക്കി വെച്ചു. ശിവാനി, ഭദ്രം വിളിച്ചതും അവൾ മുകളിലേക്ക് ചെന്നു. നീ റെഡിയാവുന്നില്ലേ? അവൾ തലകുലുക്കി. വാഷ്റൂമിൽ പോയി ഒന്ന് കയ്യും കാലും മുഖവുമൊക്കെ കഴുകി തിരികെ വന്ന ശേഷം ഭദ്രം കൊടുത്ത സെറ്റും കൊണ്ടെടുത്ത് അവൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി. കറക്റ്റ് ആ നിറമുള്ള ബ്ലൗസ് ഇല്ലായിരുന്നു. എങ്കിലും ഏതാണ്ടൊക്കെ ഒപ്പിച്ചവൾ വൃത്തിയായി സെറ്റെടുത്തു. നിറയെ കുപ്പിവിളകൾ ഇരു കൈകളിലും എടുത്തണിഞ്ഞു. കൺമഷി കൊണ്ട് കരി എഴുതി. സിന്ദൂരമെടുത്ത് പൊട്ടും തൊട്ടു. അപ്പോഴേക്കും ഭദ്രം വന്ന് ഡോറ് കൊട്ടി. ശിവാനി വാതിൽ തുറന്നു. ദാ ഇതും കൂടി എന്നു പറഞ്ഞുകൊണ്ടവൻ ഒരു മുല്ലപ്പൂമാല അവളുടെ കയ്യിലേക്ക് കൊടുത്തു. അത് മേടിച്ചിട്ട് അവളൊന്ന് മണത്ത് നോക്കി. വേഗം ആവട്ടെ ശിവാനി, നേരം വൈകുന്നു. പെണ്ണിൻ്റെ മുഖത്തുനിന്ന് കണ്ണെടുത്തുകൊണ്ട് അവൻ പറഞ്ഞതും ശിവാനി ആ മുല്ലപ്പൂമാല അവളുടെ മുടിയിലേക്ക് തിരുകി. ഒരു കസവ് മുണ്ടുമുടുത്ത് കസവ് വേസ്റ്റ് പുതച്ചുകൊണ്ട് ഭദ്രനും റെഡിയായി. അവൻ്റെ പിന്നാലെ താഴേക്കുള്ള സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ എവിടേക്കാണ് പോകുന്നതെന്നുള്ളത് പെണ്ണിനപ്പോഴും അങ്കലാപ്പായിരുന്നു. ശിവാനി നോക്കിയപ്പോൾ അച്ഛനും അമ്മയും കിടക്കുന്ന മുറിയുടെ വാതിൽ ഭദ്രൻ വെളിയിൽ നിന്ന് പൂട്ടുകയാണ്. നെറ്റി ചൊളിച്ചുകൊണ്ട് അവൾ അവൻ്റെ അരികിലേക്ക് ചെന്നതും അവൻ തൻ്റെ ചൂണ്ടുവിരൽ അവളുടെ അതിർത്തിൽ അമർത്തി മിണ്ടരുതെന്ന് കാണിച്ചു. അവൻ്റെ വിരൽ പതിഞ്ഞതും ശിവാനി ഒരടി പിന്നോട്ട് മാറി. അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചുകൊണ്ട് ഭദ്രൻ നേരെ പൂജാമുറിയിലേക്ക് പോയി. എന്താ ഭദ്രേട്ട എന്ന് പെണ്ണ് ചോദിച്ചതും അവൻ അവളെ പിടിച്ച് അവൻ അഭിമുഖമായി നിർത്തി. ശിവാനിയുടെ കഴുത്തിൽ കിടന്ന താലിമാല ഊരിയെടുത്തു. ശേഷം അവൻ തൻ്റെ കയ്യിൽ കരുതിയിരുന്ന മഞ്ഞ ചരടും അതിൽ കോർത്ത ആലില പൂത്താലിയും എടുത്ത് അവളുടെ നേർക്കുയർത്തി. അന്ന് ശരിക്കും എൻ്റെ ഇഷ്ടത്തോടെയല്ല ഞാൻ ഈ താലി നിന്നെ അണിയിച്ചത്. അതുകൊണ്ടാണ് അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചത്. എനിക്കൊന്ന് മാനസികമായി തയ്യാറെടുക്കണമായിരുന്നു. ഇന്ന് ഈ പുതിയ താലി ഈ പൂജാമുറിയിലെ ദൈവങ്ങളുടെ മുൻപിൽ വെച്ച് നിന്നെ അണിയിക്കാൻ പോവാണ്. പൂർണ്ണമായ ഇഷ്ടത്തോടെ. എൻ്റെ മനസ്സിൽ നിറയെ നീ മാത്രമാണ്. എൻ്റെ മരണം വരെ ഈ താലിയാവണം നിന്റെ മാറിൽ കിടക്കേണ്ടത്. പറഞ്ഞുകൊണ്ട് ഭദ്രൻ ആ മഞ്ഞച്ചരടി കോർത്ത താലി അവളുടെ കഴുത്തിൽ അണിയിച്ചു. പൂജാമുറിയിലിരുന്ന സിന്ദൂരത്തിൽ നിന്നും അല്പമെടുത്ത് അവളുടെ നെറുകയിലേക്ക് അമർത്തി വെക്കുകയും ചെയ്തു. പെട്ടെന്ന് ശിവാനി കരഞ്ഞുകൊണ്ട് അവനെ ഇറുക്കി പുണർന്നു. കരയരുത്, വർഷങ്ങളോളം കരഞ്ഞില്ലേ, ഇനി കരയരുത്. നിന്റെ കൂടെ ഞാനുണ്ട് പെണ്ണെ. അവൻ അവളുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. പൂജാമുറിയിലെ ദൈവങ്ങളോട് ഇരുവരും ചേർന്ന് പ്രാർത്ഥിച്ചു. ശേഷം അവിടെ നിന്ന് ഇറങ്ങി. പെട്ടെന്നാണ് ഭദ്രൻ അവളെ എടുത്തുയർത്തി തോളിലേക്കിട്ടത്. ശിവാനി കുതിറിയെങ്കിലും അവൻ താഴെ നിർത്തിയില്ല. സ്റ്റെപ്പുകൾ ഒന്നായി കയറി മുറിയിലെത്തിയ ശേഷം ഭദ്രൻ അവളെ ശ്വാസമെടുക്കാൻ സമ്മതിച്ചത്. അവൻ്റെ ദേഹത്തോടെ ഊർന്നിറങ്ങിയതും പെണ്ണിന് വല്ലാത്ത നാണം. മുഖം താഴ്ത്തി നിന്നവളുടെ താടിത്തുമ്പ് പിടിച്ച് ഭദ്രൻ മേൽപോട്ടുയർത്തി. അവൻ്റെ നോട്ടം നേരിടാനാവാതെ വീണ്ടും ശിവാനി മുഖം താഴ്ത്താൻ തുടങ്ങിയപ്പോൾ ആ മുഖം കൈക്കുമ്പിളിലെടുത്തിട്ട് അവൻ ഒരു നനുത്ത മുത്തം കൊടുത്തു. പിടഞ്ഞു പിന്നോട്ട് മാറാൻ തുനിഞ്ഞ പെണ്ണിൻ്റെ ഇടുപ്പിലൂടെ ചുറ്റിക്കൊണ്ടവൻ അവളുടെ നാഭിച്ചുഴിയിൽ വിരൽ കടത്തിയതും ശിവാനി ഞെട്ടിപ്പോയി. ഭദ്രേട്ടാന്ന് പെണ്ണ് കുറുകിക്കൊണ്ട് വിളിച്ചതും അവൻ അവളുടെ അതരത്തിൽ ഒന്ന് അമർത്തി മുത്തി നുണഞ്ഞു. ആ രാവ് അവർക്കേറെ പ്രിയമുള്ളതായി മാറുവാൻ അധിക നിമിഷങ്ങൾ വേണ്ടി വന്നില്ല. രാത്രിയുടെ കുളിരും തണുപ്പും പാരിജാതം പൂത്ത സുഗന്ധവും ജനാലയിലൂടെ ആ മുറിയിലേക്ക് കടന്നു വന്നു. ശിവ ആർദ്രമായി വിളിച്ചുകൊണ്ട് തൻ്റെ കരലാളനകൾ കൊണ്ട് അവൻ അവളിലെ പെണ്ണിനെ തൊട്ടുണർത്തി. രാത്രിയുടെ യാമങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ശിവാനിയെ ഭദ്രൻ അവൻ്റെ സ്വന്തമാക്കി. അവൻ്റെ നെഞ്ചിൽ കവിൾ ചേർത്ത് കിടക്കുകയാണ് പെണ്ണ്. ഏട്ടൻ ഇനിയും എന്നെ ഇട്ടിട്ട് പോകുമോ? ചോദിച്ചു പോയിരുന്നവൾ അപ്പോൾ. ഇല്ല ശിവാനി, നിന്നെ വിട്ടിട്ട് ഞാനിനി എവിടേക്കും പോകില്ല. നാട്ടിലെവിടെയെങ്കിലും എന്തെങ്കിലും ബിസിനസ് തുടങ്ങി ഇവിടെ തന്നെ നിന്നോടൊപ്പം അച്ഛൻ്റെ അമ്മയുടെയും കൂടെ കഴിയുവാനാണ് ഞാനിനി ആഗ്രഹിക്കുന്നത്. തീർച്ചയാണോ? അതേ പെണ്ണെ,
ഇനി എങ്ങോട്ടും പോവില്ല, ഉറപ്പ്. അവൻ അവളുടെ നെറുകയിൽ മുത്തി. തിരിച്ചവളും ഒന്നുയർന്നു പൊങ്ങി അവൻ്റെ കവിളിലും മുത്തം കൊടുത്തു. അവസാനിച്ചു. കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.